സനുമാനെ പറയും ഇതെന്തിനാ ഇതെന്തിനാ ഇതെന്ന് പറഞ്ഞാല് ബ്രെഡ് ബിസ്ക്കറ്റ് ഇത് വന്ന് ബേക്കറി സ്നാക്സ് ഇത് ഫ്രൂട്ട്സ് ഇത് ഫ്രൂട്ട്സ് നമ്മളെന്ന് പറഞ്ഞാല് മെയിൻ പ്രാധാന്യം കൊടുക്കുന്ന ഫുഡിനാണ് രണ്ടാമതുള്ളൂ കാഴ്ചകളും കാര്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാ പോണത് ഇതിന്റെ പുറമെ ചപ്പാത്തി പൊറോട്ട ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പൊ തിന്നാൻ വേണ്ടിട്ടല്ലേ പോണ് ബിരിയാണി ചപ്പാത്തി കോണ്ടി വേണം പിന്നെ വൈകുന്നേരം വരുമ്പോ പുറത്തുനിന്നു അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാ പോണത് തിന്നാ ഫുള്ള് പ്ലാൻ ചെയ്തിക്കണേ കാണാനുള്ളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല വല്ല കക്കാലം വന്നാണെങ്കിൽ നമ്മള് ഇവിടെ ഇല്ലെങ്കിൽ ബെല്ലടിക്കും കൊറേ ഈറുടിച്ചിട്ട് പൈസ തരേക്കാരം ഒരു വീട്ടിൽ അങ്ങനെ ഈറണ കുറിച്ച് ചെടി ഉണ്ടായിരുന്നു ചെറിയൊരു പഠിച്ചിട്ട് ഇങ്ങനെ നമ്മളോട് ചെയ്യൂല നോക്കി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ 2-3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരമല്ല ഒരു രാത്രി 10-11 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ പോയതിനെക്കാട്ടിയും എന്താ പറയുക, ട്രിപ്പ് പോയതിനെക്കാട്ടിയും എനിക്കൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നിയത് അതിന് മുമ്പത്തെ ദിവസം ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ കൂടുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ചിറിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിപ്പ് പോയതിനെക്കാട്ടിയും തലേന്നത്തെ രാത്രിയായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നത്. പിന്നെ ഇത് പോകുമ്പോഴുള്ള പാട്ടും ഡാൻസൊക്കെയാണ്. അത് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇടാത്തത്, കോപ്പിറൈറ്റ് വരുമല്ലോ നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നല്ല ഊട്ടിയിലൊക്കെ പോയി അടിച്ച് പൊളിച്ചാന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ട് പോകണം കേട്ടോ. ഊട്ടിക്ക് ഞാൻ ആദ്യമായിട്ട് പോകണം. പക്ഷേ എനിക്കൊരു വലിയൊരു സംഭവമായിട്ട് അത് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എസ്റ്റേറ്റിലാണല്ലോ പഠിച്ചതും വളർന്നതൊക്കെ, അതുകൊണ്ട് എനിക്ക് ഊട്ടി വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ അപ്പോൾ എല്ലാവരും നിന്നിട്ടാണ് ഫുഡ് കഴിക്കണം കേട്ടോ. വണ്ടി ഒരു സൈഡാക്കിയിട്ടിട്ട് നമ്മൾ രാവിലത്തേക്കും ഉച്ചത്തേക്കുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ വീട്ടിലാണ് മക്കളിങ്ങനെ നിന്നിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത പറയില്ലേ. പിന്നെ മക്കളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും നമ്മൾ പറയും ഇരുന്നിട്ട് വേണം കുടിച്ചാൽ, അല്ലെങ്കിൽ ശരീരത്തിന് കേടാണെന്നൊക്കെ പറയും. പക്ഷേ ഇതുപോലത്തുള്ള സാഹചര്യത്തിൽ നമുക്ക് നിന്നിട്ടല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും നിന്നിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഊട്ടിക്ക് എസ്റ്റേറ്റ് കാണാത്തവർക്കും അതേപോലെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പോണവർക്കൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ മലക്കപ്പാറയാണ് വളർന്നതും പഠിച്ചതും ഒക്കെ മലക്കപ്പാറ ആയതുകൊണ്ട് എനിക്ക് മലക്കപ്പാറിൻ്റെ ഒരു ഓർമ്മ വന്നതെന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ വെച്ചാൽ നമ്മൾ ഒരു 10 മണി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ചെറിയൊരു വെയിലും അതേപോലെ നല്ല തണുപ്പൊക്കെ ആയപ്പോൾ മലക്കപ്പാറൻ്റെ അതേപോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗങ്ങളൊന്നും എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃഷി, ഇങ്ങനെ എന്താ പറയുക, ക്യാരറ്റും കാര്യങ്ങളും അങ്ങനത്തെ കൃഷിയൊക്കെ, അങ്ങനത്തെ തേയില അങ്ങനെയൊക്കെ. ഇപ്പോൾ മലക്കപ്പാറ ഞങ്ങളിരുന്നിരുന്ന ഭാഗം എന്ന് വെച്ചാൽ തേയില കുറച്ചും ഞങ്ങൾ ഇരിക്കണേന്നും കുറച്ച് വിട്ടിട്ടാണ്. ഞങ്ങളിരുന്ന ഭാഗം ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ ഏലം, കുരുമുളക്, കാപ്പി, പിന്നെ ഓറഞ്ച്, ചാമ്പക്ക, അങ്ങനെ ഫ്രൂട്ട്സുകളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് തേയില, മറ്റേ യൂക്കാലിസ്, അതേപോലെ തന്നെ യൂക്കാലി മലക്കപ്പാറ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ കേട്ടോ. യൂക്കാലി മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഊട്ടിയിലത് നിറയെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പോൾ മലക്കപ്പാറിൻ്റെ ഒരു ഓർമ്മ വന്ന്, ആ പണ്ട് നമ്മൾ ഇരുന്നീന്നൊക്കെ ഒരു ആ കാലാവസ്ഥേൻ്റെ ഒക്കെ ഒരു ഓർമ്മ വന്ന് എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു സംഭവം എനിക്കവിടെ തോന്നിയില്ല. പിന്നെ നിറച്ച് കച്ചവടക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട്. അത് ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല, വാങ്ങി എനിക്ക് വലിയൊരു വൃത്തി തോന്നിയില്ല അവിടെ. അല്ലാത്ത സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാമെന്ന് മാത്രം. പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കുറേ കച്ചവടക്കാരുണ്ട്, കുറേ കുതിരകളും ഉണ്ട്. കുതിര ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും തോന്നുന്നില്ല, എന്താ വെച്ചാൽ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നി. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇഷ്ടപ്പെടാൻ കാരണം ആ മലക്കപ്പാറിൻ്റെ ഒരു ഓർമ്മ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇടണില്ല, എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ആവും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ നാളെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.